ശ്രീ ശങ്കുറ്റി ദാസ്, എന്തായാലും വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ഇടതുപക്ഷ പാർട്ടികളുമെല്ലാം ഇപ്പോഴേ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായുള്ളൊരു മുതലെടുപ്പ് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഏത് വിഷയത്തെയും ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുകയും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭരണകൂടം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി മുസ്ലിങ്ങളെ ഭയത്തിലും ഭീതിയിലും നിർത്തിക്കൊണ്ട് ആ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരുടെ രക്ഷിതാക്കളായിട്ട് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളായിട്ട് അവതരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവര് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വഖഫ് ആക്ടിയും അതിന്റെ പ്രൊവിഷനെയൊന്നും ബാധിക്കുന്ന ഒരു ചർച്ചയിലേക്ക് അവർ കടക്കുന്നില്ല. ഇതൊരു മുസ്ലിം വിരുദ്ധ നിയമമാണ്, അതുകൊണ്ട് അതിനെ എതിർക്കണമെന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിന്റെ മുകളിലാണ് ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ മാത്രം 82 ലക്ഷത്തിലധികം മെയിലുകൾ ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇതിനോടൊക്കെ അയച്ചിട്ടുണ്ട്. നാളെയാണ് അവസാന ദിവസം. ഈ പബ്ലിക് ഹിയറിംഗ് കേൾക്കുന്ന അവസാന ദിവസം 13-ാം തീയതിയാണ്. നാളേക്കുള്ളിൽ 1 കോടി മെയിലുകൾ അയക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. ഈ 1 കോടി മെയിൽ അയച്ചിട്ടുള്ള ഒരാൾക്കും ഈ വഖഫ് ആക്ട് എന്താണെന്ന് മനസ്സിലായിട്ടല്ല. ഇത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭരണകൂടം എന്തോ ചെയ്യുന്നു. നമ്മുടെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടമായിട്ട് മെയിൽ അയക്കുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തിട്ടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്ത് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഗുണഭോക്താക്കളാവാൻ പോകുന്നതും മുസ്ലിം സമൂഹമായിരിക്കും. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി 2006 വഖഫ് ഭൂമി 6 ലക്ഷം ഏക്കർ എന്ന് തിട്ടപ്പെടുത്തിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട് 10% ആകെ ആസ്തിയുടെ 10% വരുമാനമാക്കി മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഇതൊരു നാഷണൽ വേസ്റ്റേജ് ആയിട്ട് പരിഗണിക്കേണ്ടി വരുമെന്ന്. അതായത് 9 ലക്ഷം ഏക്കർ ഭൂമി 1,20,000 കോടി രൂപയുടെ ഭൂമിയിൽ നിന്ന് 2006 ആകെ വരുമാനം എന്ന് പറയുന്നത് 16 കോടി മാത്രമാണ്. അത് 1200 കോടിയെങ്കിലും ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് നാഷണൽ വേസ്റ്റേജ് ആണെന്ന് പറയുന്നു. 2024 കണക്ക് പ്രകാരം ആകെ വഖഫ് ഭൂമി എന്നുള്ള ഈൽഡ് റവന്യൂ എന്ന് പറയുന്നത് 20 കോടി മാത്രമാണ്. അപ്പൊ ആർക്കും ഉപകാരപ്പെടാത്തതുപോലെ നാഷണൽ വേസ്റ്റേജ് ആയി മാറിയിരിക്കുകയാണ് ഇത്രയേറെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള വഖഫ് ഭൂമി. അത് കറപ്ഷനാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കർണാടക വഖഫ് ബോർഡ് കറപ്ഷനാണ്. 2 ലക്ഷം കോടി രൂപയുടെ കറപ്ഷനാണ്. അഹമ്മദ് മായിപ്പാടി അന്വേഷിച്ച റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ കാര്യങ്ങളൊന്ന് നിജപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന് തന്നെ ഗുണം ചെയ്യും. അതെ, തീർച്ചയായും.